ഹലോ വെൽക്കം ടു ബ്രാൻഡ് സ്റ്റോറീസ് ബൈ ബ്രേക്ക് ത്രൂ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം തച്ചോട്ടുകാവിലുള്ള കരുണ സ്റ്റീൽസിലാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ നിങ്ങൾ കാട്ടാക്കട അല്ലെങ്കിൽ പെയ്യാടിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നേരെ മങ്ങാട്ടുകടവ് പോകുന്ന റോഡിൽ തച്ചോട്ട് റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇനി തിരുമലയിൽ നിന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാരം പെട്രോൾ പമ്പ് ഉണ്ടല്ലോ, പെട്രോൾ പമ്പ് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തച്ചോട്ട് റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഷോപ്പാണ്. അപ്പം ഇവിടുത്തെ സ്റ്റീലിനെ കുറിച്ചൊക്കെ കുറച്ചധികം കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഓണറായിട്ടുള്ള സുധീഷ് സാർ അകത്തുണ്ട്. നമുക്ക് സാറിനോട് തന്നെ ചോദിക്കാം. ഹായ് സർ. ഹായ് സർ. ആദ്യം തന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഒരു തൃശ്ശൂർ ഗഡിയാണ് സാർ. സാർ എങ്ങനെയാണ് ഈ തൃശ്ശൂരിൽ നിന്നും ഇവിടെ വന്നിട്ട് ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ഈ ഒരു ബിസിനസ് ലീഡ് ചെയ്യുന്നത്? ആക്ച്വലി ഞാൻ തൃശ്ശൂരിൽ നിന്ന് 2009 വരുന്നത്. ആദ്യം 2003 കുറച്ചാൾ ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു, ഒരു 6 മാസം. അത് കഴിഞ്ഞ് 2009 ഞാനൊരു ബാങ്കിങ് ഫീൽഡിൽ ICC ബാങ്കിന്റെ ഒരു റിക്കവറിയിലൊക്കെയാണ് ഞാൻ വരുന്നത്. അങ്ങനെ യാദർശികമായിട്ടാണ് ഞാൻ ഇവിടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഷോപ്പും കാര്യങ്ങളുമായിട്ടൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയും ഒരു 5-6 കൊല്ലം അവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞ് അതിനുശേഷം സ്വന്തമായി തുടങ്ങേണ്ട ഒരു ആവശ്യകത വരികയുണ്ട്. അങ്ങനെയാണ് ഞാൻ ഇവിടെ സെറ്റിലായത്. അതിനുശേഷം ഞാൻ ഇവിടെ തന്നെ വിവാഹം കഴിക്കുകയുണ്ടായി. വൈഫ് ഒരു ചാർട്ടേഡ് അക്കൗണ്ട് ഓഫീസിലായിരുന്നു. അങ്ങനെ ഞാൻ വൈഫും കൂടിയിട്ടാണ് ഈ ബിസിനസ് കൊണ്ടുപോകുന്നത്. ഇതെന്റെ ആക്ച്വലി ഇതെന്റെ വൈഫിന്റെ പേര് കരുണ കെ നായർ എന്നാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിന്റെ പേര് തന്നെയാണ് സ്ഥാപനത്തിന് ഞാൻ ഇട്ടിരിക്കുന്നത്. ഓക്കെ സർ. എന്തൊക്കെ സ്റ്റീൽ പ്രോഡക്ട്സ് ആണ് ഇവിടെ കൊടുക്കുന്നത്? എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്? സ്റ്റീൽ എന്ന് പറയുമ്പോൾ ഇവിടെ വരുന്നത് ശരിക്കും GI MS കമ്പി അങ്ങനെയുള്ളതൊക്കെയാണ് സ്റ്റീൽ വരുന്നത്. നമുക്ക് അങ്ങനത്തെ ഒരു പ്രൊഡക്റ്റ് അല്ല നമുക്ക് വരുന്നത് ഇവിടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്റ്റ് ആണ്. സ്റ്റെയിൻലെസ് സ്റ്റീലും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഈ സ്റ്റീൽ പ്രൊഡക്റ്റിലൊക്കെയും കൂടുതൽ ഈ പെയിന്റ് ഒക്കെ അടിച്ച് നിൽക്കണം. അത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ലാസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും. പക്ഷേ ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ നമുക്കിത് ലൈഫ് ലോങ് ആയിട്ട് കിടക്കും. അതിനിപ്പോ ഓരോ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇതിന്റെ ഒരു ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളൊക്കെ. കൊറോഷനും കാര്യങ്ങളും ഒന്നും ഇല്ല, അങ്ങനെ പ്രോബ്ലംസ് സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 കണ്ടന്റ് ചേരുന്നതാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ. അപ്പൊ അതില് ഇരുമ്പുണ്ട്, നിക്കലുണ്ട്, ക്രോമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു അനുപാതമായിട്ട് ഒരു അളവുണ്ട്. അപ്പൊ അളവനുസരിച്ച് തന്നെ ഇതിന്റെ ഗ്രേഡുകളൊക്കെ വരുന്നുണ്ട്. അപ്പോ ഇതിൽ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീൽ തന്നെ കുറഞ്ഞ ഗ്രേഡ്, കൂടിയ ഗ്രേഡ്. ഇപ്പൊ ആൾക്കാർ വന്ന് ഇവിടെ കടയിൽ വന്ന് ശരിക്കും കുറഞ്ഞത് കൂടിയെന്ന് പറയുള്ളൂ. പക്ഷെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല. എല്ലാത്തിനും ഓരോ ഗ്രേഡ് ഉണ്ട്. 304, 202, 316 അങ്ങനെയുള്ളതൊക്കെ. അപ്പൊ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ കൂടുതൽ 202, 304 ആണ് പോകുന്നത്. പിന്നെ 316 പോകും. ഈ വളരെ അത്ര കടലിന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ 316 ചോദിക്കാറുണ്ട്. ശരിക്കും 316 കൂടുതൽ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കൽ കുറവ്. ഗൾഫ് കൺട്രീസിലൊക്കെയാണ് കൂടുതൽ 316 യൂസ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ അതിന് കുറച്ച് താരതമ്യം കുറച്ച് വില കൂടുതലായതുകൊണ്ട് തന്നെ ആൾക്കാർ സജസ്റ്റ് ചെയ്യൽ കുറച്ച് കുറവാണ്. പിന്നെ കുറച്ച് ആൾക്കാർക്ക് അറിയില്ല. അപ്പൊ ആൾക്കാർ കസ്റ്റമർ അല്ലെങ്കിൽ എഞ്ചിനീയേഴ്സോ ബിൽഡേഴ്സോ എന്തോ പറയുന്നു, അതനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കുന്നു എന്നുള്ളൂ. അപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമുക്ക് ശരിക്കും ഉള്ളത്, സ്റ്റീലല്ല. അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റും നമുക്കുണ്ട്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ തന്നെ പറയുകയാണെങ്കിൽ ഇപ്പോൾ 2 തരം ഫിനിഷിംഗ് ആണുള്ളത്. ഇപ്പൊ ഇതൊരു ഗ്ലോസി ഫിനിഷ് ആണ്. ഇപ്പൊ നമുക്കറിയാം ഇതൊക്കെ ഭയങ്കരമായിട്ട് തിളങ്ങാണ്. ഇതിന് ഗ്ലോസി ഫിനിഷിംഗ് എന്നാണ് പറയാ. ഇതിന്റെ മറ്റൊരു ഫിനിഷ് ആണ് നമുക്കുള്ളത്, ഒരു മാറ്റ് ഫിനിഷ് എന്ന് പറയും. മാറ്റ് ആണ്. അപ്പൊ ഒരു 2 ഫിനിഷ് ശരിക്കും വരുന്നുണ്ട്. രണ്ടും ഇത് നല്ല തിളക്കാണ്. ഇത് മാറ്റ് ആണ്. നമുക്ക് ലക്ഷറി യൂസ് ചെയ്യാനൊക്കെയും കൂടുതൽ വീടുകളിലൊക്കെയും കൂടുതൽ മാറ്റ് ഫിനിഷ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഇതിന്റെ യൂസസ്? സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് വെൽഡിങ്ങുമായിട്ട് ചെയ്യുന്ന എല്ലാ സ്ഥലത്തും സ്റ്റെയിൻലെസ് സ്റ്റീൽ യൂസ് ചെയ്യാം. അതിവിടെ ആൾക്കാർക്ക് അറിയില്ല. ഇവിടെ ഇപ്പോൾ ഇവര് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഹാൻഡ് റെയിൽ, ബാൽക്കണി അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. നമുക്ക് വെൽഡിങ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും, അതായത് ഇപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ്റെ ബേസ് ചെയ്ത് വരുന്ന സമയത്ത് ഇപ്പോൾ വെൽഡിങ് പോകണ്ട. ഇപ്പോൾ ജനൽ കമ്പികൾ ഉദാഹരണത്തിന്, ഇപ്പോൾ നമ്മുടെ പഴയ ജനൽ കമ്പികളൊക്കെ നമുക്ക് കണ്ടറിയാം, നമുക്ക് തുരുമ്പ് പിടിച്ചിരിക്കുന്നുണ്ടാവും. അതുപോലെ പൊടി. അപ്പൊ കുട്ടികളൊക്കെ പോയി ഈ ജനലിന്റെ അടുത്ത് പോയിട്ട് ഈ കടിക്കൊക്കെ ചെയ്യും. ഞണ്ടി വെക്കുമ്പോ കുട്ടികൾ അറിയില്ല. അപ്പൊ ഇതൊക്കെ ശരിക്കും അതൊക്കെ നമ്മുടെ വായിൽ പോകും. അപ്പൊ അത് പെയിന്റ് കാര്യങ്ങൾ. അപ്പൊ ആ സ്ഥലത്തൊക്കെ നമ്മൾ ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പൈപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ശരിക്കും പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കോസ്റ്റ് വരുന്നില്ല, വലിയ വ്യത്യാസം വരുന്നില്ല. പക്ഷെ ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈഫ് ലോങ് ആണ്. ഇവർക്ക്
പിന്നെ ഒരു മെയിൻ്റെനൻസ് കോസ്റ്റ് വരുന്നില്ല, ഓരോ വേറെ പ്രശ്നങ്ങൾ വരുന്നില്ല. അപ്പൊ അങ്ങനെ ഉപയോഗിക്കാം. പിന്നെ സാധാരണ ഹാൻഡ് റെയിൽസിൽ ഉപയോഗിക്കാം. അതേപോലെ ബാൽക്കണികൾ, അതായത് നമ്മൾ കൈവരികളാണ് ഉദ്ദേശിക്കുന്നത്, അവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മുടെ ഹോസ്പിറ്റലുകളൊക്കെ യൂസ് ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെയുള്ള കുറേ, അതായത് മിഷനറി, ഇത് മറ്റേ എന്താ പറയാ, നമ്മുടെ ലോണ്ടറി പോലത്തെയുള്ള അല്ലെങ്കിൽ ഫുഡ് കൊണ്ടുവരുന്നത്, അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഷീറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ലിഫ്റ്റിന്റെ ഉള്ളിൽ നിങ്ങൾ നോക്കിയാൽ അറിയാം, കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഷീറ്റ് വെച്ചിട്ടാണ് ലിഫ്റ്റ് പോയിക്കുന്നത്. അതുപോലെ തന്നെ ടൈല് വന്നിട്ട് ഈ ഹോസ്പിറ്റലിന് കൂടുതൽ ഈ സ്ട്രെച്ചറൊക്കെ കൊണ്ട് ഇടിക്കും കോർണർ പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി ഒരു മൂലയ്ക്ക് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒരു ആംഗിളാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു ആംഗിളാണ് ഇത് പോളിഷ് ചെയ്തിട്ടാണ് ഈ കോർണറിൽ വെച്ച് കൊടുക്കും. അപ്പൊ ഇത് മൂന്ന് ഇടിക്കുള്ളൂ, ടൈല് പൊട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഇതൊക്കെ കുറെ റാഡുകളാണ്. നമ്മള് എന്താ പറയാ, നമ്മളിപ്പോ ഈ മുരുകന്റെ ശൂലം കുത്തില്ലേ, അതിന് വരെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉപയോഗിക്കുക. കാരണം ഇതൊന്നും മറ്റേ MS പോലത്തെ ഇതൊക്കെ ഉപയോഗിച്ച് സെപ്റ്റിക് ആവും. അപ്പൊ ഇതൊക്കെ ഉപയോഗിക്കുക. കുറേ പ്രൊഡക്റ്റ്, ഇതിന്റെ ഉപയോഗം ഒരു ദിവസം അല്ല 2 ദിവസം എന്ന് പറഞ്ഞാലും കഴിയില്ല. ഇപ്പൊ നമ്മുടെ വിഴിഞ്ഞത്ത് അദാനി പ്രൊഡക്റ്റ് ഇത് വന്നിട്ടുണ്ട്. അവിടെ ഒരു എന്ത് പരിപാടിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം മറ്റൊരു പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മെയിൻ്റെനൻസ് കൂടുതലാണ്, വർഷാവർഷം മെയിൻ്റെനൻസ് വരുന്ന കാര്യങ്ങൾ വരും. ഇപ്പൊ ഇത്രയും വലിയ പ്രൊജക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് മെയിൻ്റെനൻസ് ചെയ്യാനാണ് സാധിക്കും. അപ്പൊ അതിനും നമുക്ക് കുറച്ച് ആ സമയത്ത് ഇത്തിരി കോസ്റ്റ് വ്യത്യാസം ഉണ്ടെങ്കിലും അതറിയുന്ന ആൾക്കാര് എല്ലാത്തിനും സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കും. അപ്പൊ അതിന്റെ ഉപയോഗം ശരിക്കും പറയാന്ന് പറഞ്ഞാൽ കണ്ടമാനുണ്ട് പറയാം. ഒരു 2 ദിവസം ഇരുന്നാലും പറഞ്ഞു കഴിയില്ല, നമുക്ക് തപ്പി കഴിഞ്ഞില്ല. അതായത് സിമ്പിളായിട്ട് പറയാം, നമുക്ക് എവിടേക്കും വെൽഡിങ് ഉപയോഗിക്കുന്നു, എവിടേക്കും മെറ്റൽ ഉപയോഗിക്കുന്നു, അവിടെയൊക്കെ നമുക്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിക്കാം. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ലൈഫ് ലോങ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചിട്ട്. മെയിൻ്റെനൻസിന്റെ ആവശ്യമില്ല. മെയിൻ്റെനൻസ് വരില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊടി അത് ഇതൊക്കെ ഇരിക്കുന്നതിന്റെ മെയിൻ്റെനൻസ് വരും. തുടച്ച് ക്ലീൻ ചെയ്ത് പോകണം, ഏത് മെറ്റീരിയൽ ആയാലും വരും. അപ്പൊ അത് ഉണ്ട്, അല്ലാതെ വേറെ മെയിൻ്റെനൻസ് ഇല്ല എൻ്റെ അറിവിൽ. ഓക്കെ സാർ. ഇനിയിപ്പം ഞാനൊരു കസ്റ്റമറായിട്ടാണ് ഇവിടെ വരുന്നതാണ്. എനിക്കൊന്ന് കൂടുതലും വർക്ക്ഷോപ്സിനായിരിക്കുമല്ലോ കൂടുതലും കൊടുക്കുന്നത്. അപ്പം ഞാനൊരു കസ്റ്റമറായിട്ടാണ് വരികയാണെങ്കിൽ എന്തൊക്കെ സർവീസസ് ആയിരിക്കും എനിക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, കസ്റ്റമറായിട്ട് വരുമ്പോൾ സാധാരണ ഒരാളെന്ന് വെച്ചാൽ 2 തരത്തിൽ വരാറുണ്ട്. നമ്മുടെ ഇപ്പൊ നമ്മുടെ 2 കടയുണ്ട്. 2 കടയിൽ വരുന്ന നമുക്ക് കുറെ വെൽഡേഴ്സ് ഉണ്ട്. നമ്മൾ ഈ 2011 മുതൽ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് അവർക്കൊക്കെ ഏകദേശം നമ്മളറിയാം. അപ്പൊ വരണ സമയത്ത് സാധാരണ അവർ ലിസ്റ്റ് കൊണ്ടുവരുമ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഞാൻ പ്രൊഡക്റ്റ് എന്താണ്, അതിന്റെ ഇതെന്താണെന്നുള്ള അവർ ചോദിച്ചിട്ടാവും ഇത്. അപ്പൊ അത് തരും. ഇനിയിപ്പോ അങ്ങനെ ഒരു സംവിധാനം ഇല്ല നിങ്ങൾക്ക്. ഇപ്പോൾ നിങ്ങൾക്കൊരു വീട്ടിലേക്കാണ് സ്വന്തം ആവശ്യത്തിനാണ് വരുന്നത് എങ്കിൽ ഇതിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ നമ്മൾ ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരും എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഞങ്ങളുടെ കടകളുടെ ലൊക്കാലിറ്റിയിലൊക്കെ ആണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ എടുക്കണ കുറെ വെൽഡേഴ്സും കാര്യങ്ങളുണ്ട്. നമ്മൾ അവരോട് പറയും 1-2 പേരുടെ നമ്പർ ഒന്നെങ്കിൽ നിങ്ങൾക്ക് തരും. അപ്പോൾ നിങ്ങൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരെ മെഷർമെന്റ് എടുത്ത് കഴിഞ്ഞിട്ട് അവർ മെഷർമെന്റ് നിങ്ങൾക്ക് പാസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വരുമ്പോൾ നമ്മൾ അതിനുള്ള മെറ്റീരിയൽ കാര്യങ്ങൾ തരും. ഇനി അതുമല്ല നിങ്ങൾക്ക് അവരെ കൊണ്ട് പറ്റുന്നില്ല, കസ്റ്റമൈസ്ഡ് ആയിട്ട് വേണം, പിന്നെ കുറച്ച് ലോങ് ആണ്. അപ്പോൾ കുറച്ച് ലോങ് ഒക്കെ ആണ് സമയത്ത് ഇവർക്ക് ചില ബുദ്ധിമുട്ടാവും, ഞങ്ങൾക്ക് കൂടെ സപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പം ഞങ്ങളുടേതായിട്ട് ഒരു ടീമിനെ ഞങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഒരു കാരണവശാലും കസ്റ്റമർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. കസ്റ്റമർക്ക് എന്താണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പൊ നമ്മൾക്ക് കുറെ കാര്യങ്ങൾ അറിയുന്നല്ല, കസ്റ്റമർ എവിടെയെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടാവും, അവരത് പിടിച്ചിട്ടാ വരുന്നുണ്ടാവും. ചിലപ്പോ എനിക്ക് കൂടുതൽ വരുന്ന പ്രൊഡക്റ്റിന്റെ ഫോട്ടോസ് കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്തുള്ള കുറെ വർക്കുള്ള ഫോട്ടോസ് ആണ് ഇവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഈ വർക്കുകളൊക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചിലപ്പോൾ ചെയ്യിപ്പിക്കും. അപ്പൊ അതിനുള്ള സംവിധാനം നമുക്കുണ്ട്. അപ്പൊ അതിന് നമ്മൾ സിഗ്നേച്ചർ ഹാൻഡ് റെയിൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സ്ഥാപനം ഉണ്ട് നമുക്ക്. അപ്പൊ അതിപ്പോ കേരളത്തിൽ എല്ലായിടത്തും നമുക്ക് അതിന്റെ സർവീസസ് ഉണ്ട്, സ്റ്റാഫുകളുണ്ട്, അതിന്റെ ആൾക്കാരുണ്ട്. അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊരു ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതൊക്കെ ഒരു ഭാഗമാണ് ഈ സംഭവം. ഇപ്പൊ അത് എന്താന്ന് ഊഹിക്കാൻ പറ്റും, ഈ ഒരു കിടക്കണ കുറ്റി ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. ഓക്കെ സാർ, ഈ GI പെയിന്റിങ്ങിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? ഒരുപാട് ഡിഫറെന്റ് കളേഴ്സ് കൊടുക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലായില്ലേ? GIയിലെ പെയിന്റിംഗ് ആണോ സ്റ്റെയിൻലെസ് സ്റ്റീലിലാണോ? സ്റ്റെയിൻലെസ് സ്റ്റീലിലെ പെയിന്റിംഗ്. ഓക്കെ, അതായത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇതിപ്പോ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ആണ് ഇത് നമ്മള് ഇതിനിപ്പോ ഉപയോഗിച്ചിരിക്കുന്നത് ഇതൊരു പെയിന്റ് ആണ്. ഇതിപ്പോ ഒരു കമ്പനിയുടെ ഞങ്ങൾ യൂസ് ചെയ്യണതാണ്. അപ്പൊ ഇതിന് തന്നെ നമുക്ക് 15ഓളം കളറുകൾ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളതില് കണ്ടില്ലേ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്, ഇതില് പെയിന്റ് അടിച്ചതാണ്, ഇതിന് ഒന്നും സംഭവിക്കില്ല. അപ്പൊ നമുക്ക് തട്ടിയാലും സാധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ GIയിലൊക്കെ വരുന്ന സമയത്ത് പെയിന്റ് അടിച്ചു കഴിഞ്ഞാൽ തട്ടുമ്പോ ഈ സാധനം ഞളങ്ങണ സമയത്ത് ഈ പെയിന്റ് പൊട്ടിപ്പോരും. ഇവിടെ അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യുന്നില്ല, മനസ്സിലായില്ലേ?
അപ്പൊ ആ കുത്ത് കൊണ്ടുകൊടുത്ത് ഈ കോർണർ കൊണ്ടുകൊടുത്തുള്ള ഓട്ട ചെയ്തത് അല്ലാണ്ട് പൊളിഞ്ഞു പോരണേ, പെയിന്റ് പൊളിഞ്ഞു പോരില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഒരു ലൈറ്റർ ഇല്ല, ഇവിടെ ലൈറ്റർ ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. സാധാരണ പെയിന്റ് ഒക്കെ കത്തിപ്പോവും. ഇതിന് അവരൊരു 5 വർഷം ഗ്യാരണ്ടിക്കും പറയുന്നുണ്ട് ഇതിന്. ഇപ്പൊ ഇതേപോലെ നമുക്ക് ചില ആൾക്കാർക്ക് പറയാനൊക്കെ ഇപ്പൊ സ്റ്റീലിന്റെ കളർ കണ്ട് ഒരു മാതിരി ഒരു പുതിയൊരു ചേഞ്ചസ് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമുക്ക് ഇതിൽ തന്നെ 10-15 കണ്ടിട്ട് ബ്ലാക്ക്, ബ്ലൂ, ഗോൾഡൻ കളർ. അപ്പൊ അതൊക്കെ നമുക്ക് ലിമിറ്റഡ് കളേഴ്സ് ആണ്. ഒരു 10-15 കളേഴ്സ്, അതായത് അത് മാത്രമാണ് കൂടുതൽ പോകുള്ളൂ. അപ്പൊ അതിൽ ഏകദേശം എല്ലാം ഉണ്ട്. ഗോൾഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, റെഡ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് കളറിന് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറ്റൊരു കളർ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പൊ ഇത് നമുക്ക് അവൈലബിൾ ആണ്, അത് നമുക്ക് ചെയ്ത് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല. ഇനി കരുണ സ്റ്റീൽസിന് എത്ര ബ്രാഞ്ചസ് ഉണ്ട് ട്രിവാൻഡ്രത്ത്? കരുണ സ്റ്റീൽസിന് നിലവില് ഇപ്പൊ 2 ബ്രാഞ്ചസ് ആണുള്ളത്. ഒന്ന് ഇവിടെ, ഒന്ന് തിരുവല്ലത്താണുള്ളത്. തിരുവല്ലത്ത്. അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് അവിടെയും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പിന്നെന്താ, തീർച്ചയായിട്ടും പോവാല്ലോ. അപ്പൊ നമുക്ക് കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ തിരുവല്ലത്ത് പോയിട്ട് കാണാം. നമ്മളിവിടെ എവിടെയാണ് കറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോപ്പർ ലൊക്കേഷൻ ഇപ്പൊ എവിടെയാ? നമ്മുടെ ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവല്ല ആണ്. തിരുവല്ലത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പരശുരാമന്റെ അമ്പലം കേരളത്തിലുള്ള ഒരു സ്ഥലം കൂടിയാണ് തിരുവല്ലം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന ബിൽഡിങ്ങിന്റെ തൊട്ട് ബാക്കിൽ, അത് ഇതിലേക്ക് കൂടെ ഇറങ്ങാവുന്ന ദൂരമുള്ളൂ അമ്പലത്തിലേക്ക്. അപ്പോൾ അമ്പലത്തിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വരുമ്പോൾ ഇതിപ്പോൾ കൈമന റോട്ടാണ്. കൈമനത്തേക്ക് പോണത് കന്യാകുമാരി റോഡിലേക്ക് കണക്ട് ചെയ്യുന്നതാണ്. കൈമന ഹൈവേ ആണ്. അവിടെ BNV ഹോസ്പിറ്റൽ, കോർപ്പറേഷൻ ഓഫീസാണ്. അതിനപ്പുറത്ത് BNV ഹോസ്പിറ്റലിന്റെ അപ്പുറത്താണ് നമ്മുടെ ഷോപ്പ്. കോർപ്പറേഷൻ ഓഫീസ്, BNV ഹോസ്പിറ്റൽ, അതിനുശേഷമാണ് അതെ അതിനുശേഷം നമ്മുടെ ഷോപ്പ് വരുന്നത്. ഇപ്പൊ ഇതിലെ പോയി വരുമ്പോ കൈമനത്തേക്കാണ് ജസ്റ്റ് കയറുന്നത്. കൈമനം കയറി കഴിഞ്ഞാൽ അറിയാലോ, കന്യാകുമാരി ഹൈവേ ആണ്. ഞാൻ ആദ്യം തൊട്ട് ചോദിക്കണം ജയശ്രീ, ഇതെന്താണ്? ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സിങ്ക് ആണോ ഇത്? അതെ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സിങ്ക് ആണ്. ഇത് 304 ആണ്. ഇത് പ്രീമിയം സിങ്ക് ആണ്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു പുതിയൊരു കമ്പനിയാണ്. പുതിയ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൺഗ്ലോ എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയതാണ്. ഇവർ മാർക്കറ്റിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. പൈപ്പിൻ്റെ ബിസിനസ് ചെയ്യുന്ന വർഷങ്ങളായിട്ടുള്ള, എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ബിസിനസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. അവർ ഇന്ത്യയിൽ മാത്രമല്ല പുറത്തേക്കും ജർമ്മനി അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലേക്കും ഇത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ ഒരു പുതിയൊരു പ്രൊഡക്റ്റാണ് സിങ്ക്. അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോൾ പല സിങ്കുകളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സിങ്കുകളിൽ ഈ ഭാഗത്ത് നമ്മുടെ വേറെ സിങ്കുകളുണ്ട് കേട്ടോ. അപ്പോൾ അതിനൊക്കെ ഈ ഭാഗത്ത് ഒരു തിക്നെസ് ഉണ്ടാവും, ഇവിടെ തിക്നെസ് കുറവായിരിക്കും. കാരണം ഇവിടെ ഒരു കോട്ടിങ് വരികയാണ്. ഇവിടെ ഒരു കോട്ടിങ് വരണോ ഉണ്ടോ? ഇവിടെ തിക്നെസ് സാധാരണ കുറവായിരിക്കും. പക്ഷെ ഇവര് അവകാശപ്പെടുന്നത് അവിടെ തിക്നെസ് കുറവാണെങ്കിൽ സിങ്ക് പുതിയത് കൊടുക്കും. മനസ്സിലായില്ലേ? ഒന്ന്. രണ്ടാമത്തത് ISI മാർക്ക് ഉള്ളതാണ്. മൂന്നാമത്തതിന്റെ ഒരു യൂണിക്നെസ് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ സിങ്ക് 1 വർഷം 2 വർഷം 10 വർഷം വരെയുള്ള കൊടുക്കുന്ന സിങ്കുകൾ ഉണ്ട് പ്രീമിയം സിങ്കില്. പക്ഷെ 25 വർഷം ഇത് കൊടുക്കുന്ന ഒരു സിങ്ക് ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണ്. ഇവിടെ 25 വർഷമാണ് കൊടുക്കുന്നത്. അതുകൂടാതെ ഈ പറഞ്ഞ ഇപ്പൊ തിക്നെസ് പോകുമ്പോഴല്ലേ കണ്ടോ, ഈ ഒരു തിക്നെസ്സിലാണ് കണ്ടോ, തിക്നെസ് കണ്ടോ, ഈ ഒരു കനുണ്ട് സിങ്കിന്. അപ്പൊ അതിന്റെ വെച്ചാൽ മറ്റേ വെള്ളമൊക്കെ വീഴുമ്പോൾ ചിലപ്പോൾ ശബ്ദങ്ങളൊക്കെ ഉണ്ടാവും ചില സിങ്കില്. ഇതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ അതിനൊരു അടുത്തൊരു യൂണിക്നെസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു ഫ്ലാറ്റിന്റെ വർക്കിൽ ചിലപ്പോൾ സ്പേസ് കുറവായിരിക്കും. അപ്പോൾ അവർക്ക് ഇങ്ങനെയല്ല, കുറച്ച് നീളനെയാണ് വേണ്ടത്, അല്ലെങ്കിൽ മറ്റൊരു സെക്ഷനിലാണ് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 10-15 ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു കമ്പനിയിൽ പോലും കിട്ടില്ല. എനിക്ക് പല ഓർഡറുകളും വന്നിട്ട് മിസ്സായി പോയിട്ട് ഞാനിവിടെ പല ലോക്കലുള്ള ആൾക്കാരെ കൊണ്ട് ജീവിക്കാറ്. അപ്പോൾ ഇത് കമ്പനിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് അതേ ഫിനിഷിങ്ങിൽ തന്നെ ഈ സാധനം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. യൂണിക്നെസ് ആയിട്ട് ചെയ്ത് കിട്ടണം. അതിന് നമുക്ക് ചെയ്തിടാം. 1-2 ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടാൻ പാടായിരിക്കും, അറിയാലോ. അതിപ്പോ ഒരു സാധനം മാനുഫാക്ചറിന് ഒരു കോസ്റ്റ് ഉണ്ടാവില്ല. അപ്പൊ അതെന്നാലും അവർ മാക്സിമം നമ്മളോട് ഒരു 10-15 ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു തരാമെന്നൊരു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഗുണങ്ങളുണ്ട്. അപ്പൊ പിന്നെ രണ്ടാമത്തെ, ഞാനിപ്പോ ഓൾറെഡി ഇവിടെ സൺസിറ്റി എന്ന് പറഞ്ഞ പൈപ്പ് വർഷങ്ങളായിട്ട് ചെയ്യണതാ. അപ്പൊ എനിക്കറിയാം അതിന്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അറിയാം. അത് ഇത്തിരി പ്രീമിയം ആണെങ്കിൽ തന്നെ നമുക്കത് ലോങ് ലാസ്റ്റിംഗ് കാര്യങ്ങളാണ്. അപ്പൊ ധൈര്യമായിട്ട് ഇത് എനിക്ക് റെഫർ ചെയ്യാൻ പറ്റും ധൈര്യമായിട്ട്. അതാണ് 25 years മാറ്റി കൊടുക്കുകയാണ്. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ സാർ, ഈ 304 ഗ്രേഡ് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പല ടൈപ്പ്. അപ്പൊ ഞങ്ങളെപ്പോലെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാത്തവർക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും? തീർച്ചയായിട്ടും. നമുക്ക് 304 പൈപ്പിനൊന്ന് കാണിക്കാം. ഒന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. ഈ പൈപ്പ് രണ്ടും കണ്ടിട്ട് വല്ല വ്യത്യാസം തോന്നുന്നുണ്ടോ? ഒരേപോലെ സൈസ് സ്റ്റീല്. അതെ അല്ലേ? സാധാ കസ്റ്റമേഴ്സിനും ഈ ഒരു പ്രശ്നം ഉണ്ട് കാണുമ്പോൾ.
അപ്പോൾ കുറേ എണ്ണത്തിൽ പഞ്ചിങ് ഒക്കെ ഉണ്ട്. പക്ഷേ പഞ്ചിങ് നമുക്ക് എല്ലായിടത്തും കാണില്ല. വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചിങ് ഒന്നും എല്ലായിടത്തും കാണണം നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ കാണും. ഇതൊരു ട്രസ്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുക എന്നാണ് പർച്ചേസിങ് രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ ഒന്നാമത്. അപ്പോൾ ഇതിന് വന്നിട്ട് ഒരു 2730 രൂപയുള്ളൂ. അതും 4300 രൂപ. അപ്പൊ കാഴ്ചയിൽ രണ്ടും ഒരുപോലെയാണ്. അതാണ് ഇതിന്റെ ഇത്. അപ്പൊ ഈ പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് 202 പൈപ്പുകളാ. 202 പൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിക്കലിന്റെ അംശം കുറവാ. അപ്പൊ നമ്മളത് ശരിക്കും അകത്താവശ്യങ്ങൾക്ക് ഇന്റീരിയറിൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലാണ് 202. എക്സ്റ്റീരിയറിൽ ഉപയോഗിക്കാൻ പാടില്ല. അത് ഉപയോഗിക്കുന്ന ആൾക്കാർ ചില സ്ഥലങ്ങളിൽ ബഡ്ജറ്റ് വൈസ് ഉപയോഗിക്കുന്നുണ്ട്, ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ് നമ്മൾ ഈ ഈ റോഡിലൊക്കെയും ഈ സ്റ്റീൽ കറുത്തു പോയി എന്നുള്ള സംഭവങ്ങളൊക്കെ ആക്കുന്നത്. അപ്പോൾ അവിടെ ക്വാളിറ്റി അവരവിടെ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് 304 ആണ്. ഇതുമ്പോൾ 304 എന്ന് പറയുമ്പോൾ പണ്ടൊന്നും പഞ്ചിങ് ഒന്നുമില്ല. ഇപ്പൊക്കെ പഞ്ചിങ് ഉണ്ട്. കണ്ടോ, സൺസിറ്റി കമ്പനിയുടെ നെയിം 304 എന്നുള്ള പഞ്ചിങ് ഉണ്ട്. അപ്പോൾ പണ്ടൊന്നും ഇത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ചില സാധനങ്ങളിലൊക്കെയും പഞ്ചിങ് ഇല്ലാതെ ഇപ്പോഴും ഈ ഷീറ്റ് പോലത്തെ പല ഐറ്റംസും വരുന്നുണ്ട്. അപ്പോൾ ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മുകളിൽ നിക്കൽ കണ്ടന്റ് ഉണ്ട്. നമുക്കിത് അതാണ് ഗ്രേഡ് കൂടുകയാണ് അതിന്റെ. അപ്പൊ നിക്കൽ കണ്ടന്റ് കൂടെ ഇതിപ്പോ ഇത് വെച്ചിട്ട് അതിന് റേറ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ. അപ്പോ ഇത് നമുക്ക് ധൈര്യമായിട്ട് പുറത്ത് ഉപയോഗിക്കാം, നമുക്ക് അകത്ത് ഉപയോഗിക്കണമെന്നും കുഴപ്പമില്ല. അപ്പോൾ വീട്ടുകാരൊക്കെ മേടിക്കുന്ന സ്ഥലത്ത് വീട്ടുകാർ വന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ക്വാളിറ്റിയാണ് നമ്മളവിടെ കൊടുക്കാറെന്ന് പറഞ്ഞാൽ നമ്മൾ പറയും ഇന്ന കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു തന്ന പോലെ മേഡത്തിൻ്റെ അടുത്ത് പറഞ്ഞു തന്ന പോലെ നമ്മൾ പറഞ്ഞു കൊടുക്കും. അപ്പോൾ അവര് തീർച്ചയായിട്ടും ഈ ഒരു ക്വാളിറ്റിയിലേക്ക് പോകുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഈ കംപ്ലൈൻസ് പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊരു ഗ്രേഡ് 304 ആണ്. ഇനി ഇതിന്റെ മുകളിലൊരു ഗ്രേഡ് ഉണ്ട് 316 എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ശരിക്കും നമ്മുടെ അവിടെ ഇതിൽ ഉപയോഗിക്കുന്നില്ല. ഓർഡർ എടുത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഈ കുറച്ചും കൂടി ഹെവി റേറ്റ്. അപ്പൊ ഈ ബഡ്ജറ്റൊക്കെ ഭയങ്കരമായിട്ട് കൂടി പോകും. പിന്നെ അതിന്റെ അത്ര ആവശ്യങ്ങൾ വരുന്നില്ല. പിന്നെ അങ്ങനത്തെ കടലിന്റെ അടുത്തുള്ള ഭാഗങ്ങൾ ആണെങ്കിൽ ചോദിക്കുമ്പോൾ മാത്രം നമ്മൾ അത് എടുത്തു കൊടുക്കാറുണ്ട്. അപ്പൊ അതൊരു കുറച്ചും കൂടി ക്വാളിറ്റി കൂടി. അങ്ങനെ 2-3 ക്വാളിറ്റി ഉണ്ട് പൈപ്പുകളിൽ തന്നെ. ഇതില് അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇതിൽ തന്നെ തിക്നെസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കനം കുറഞ്ഞും കനം കൂടിയതൊക്കെ ഉണ്ട് പൈപ്പുകൾ. അപ്പൊ ഇത് കാഴ്ചകളൊന്നും നമുക്ക് മനസ്സിലാവില്ല, കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല. 16 kg 18 kg ഇപ്പൊ 18 kg കഴിഞ്ഞിട്ട് മാർക്കറ്റിൽ ഇപ്പൊ നമ്മുടെ മാർക്കറ്റിൽ അറിയാമല്ലോ, എന്തൊരു സാധനം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനും കുറഞ്ഞത് എന്ത് കൊണ്ടുവരാൻ, കനം കുറഞ്ഞത് എന്ത് കൊണ്ടുവരാൻ, കനം എന്ത് റേറ്റ് കുറച്ച് വിൽക്കാം, അങ്ങനെ ഒരു മാർക്കറ്റായി മാറിയിരിക്കുക. അപ്പൊ 19 kg വന്നു, 20 kg വരുന്നു. അപ്പൊ അതിനും കുറഞ്ഞ പൈപ്പുകളൊക്കെ മാർക്കറ്റിൽ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മൾ 16 kg അല്ലെങ്കിൽ ആ പറയുന്ന ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് കസ്റ്റമർ ഉറപ്പ് വരുത്തണം. അത് എപ്പോഴും, അല്ലാതെ ഇത് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ നമ്മളൊന്നും ചെയ്യാണ്ട് ആലോചിക്കാതെ ചെയ്ത് കൊടുത്തു, അത് എടുത്തുകൊണ്ട് പോയി ചെയ്തു, അവസാനം എന്തെങ്കിലും കംപ്ലൈന്റ് വന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പം നമ്മുടെ അവിടെ വന്നൊരു കാര്യമില്ല. നമ്മുടെ അവിടെ മേടിക്കാൻ വരുന്ന പാർട്ടി എന്താണോ ചോദിക്കുന്നത് അതേ നമുക്ക് കൊടുക്കാൻ പറ്റില്ല, അതിൻ്റെ ബില്ല് കൊടുക്കാം, ആ പ്രോഡക്റ്റിൻ്റെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ക്വാളിറ്റി ശരിക്കും സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്വാളിറ്റി ഭയങ്കര ഇതാണ്. ക്വാളിറ്റി ശ്രദ്ധിക്കണം. ക്വാളിറ്റി ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ഈ റോഡിലൊക്കെയും ഇപ്പോൾ പലരും പരാതി പറയുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കറക്കുന്നു, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇത് വരുന്നു. അപ്പോൾ നമ്മൾ പോയി അന്വേഷിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ശരിക്കും അനുഭവപ്പെടുന്നത് എന്താണ് കറക്കണം എന്താണെന്നുള്ളത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒരിക്കലും ഒരു സംഭവം ഒന്നും നടക്കുന്നില്ല. കാരണം എൻ്റെ വീട്ടിലൊക്കെ ചാനലൊക്കെ ഞാൻ ഇപ്പോൾ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഇതൊക്കെ ചെയ്തതിന് ഒരു കുഴപ്പമില്ല. അത് യൂസ് ചെയ്യണം. അതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഫീൽഡിൽ വരാൻ തന്നെ കാരണം എനിക്കിതിനെക്കുറിച്ച് കുറച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ തോന്നി ഇതിൻ്റെ ഉള്ളിൽ കുറേ ആൾക്കാർ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് കണ്ടമാനം. പക്ഷെ ഇവർക്ക് കറക്റ്റായിട്ട് ഇതിനുള്ള ഒരു ഇതോ പഠിക്കാനുള്ളൊരു ത്വരയോ അങ്ങനെ എന്തെങ്കിലും പുതിയ ഇതിലുള്ള കാര്യങ്ങൾ അറിയാനുള്ള ഒരു ഇതും ഇല്ല. അപ്പോൾ ഇത് ഉണ്ടായാലാണ്, എനിക്കത് ആഗ്രഹം ഉണ്ടായാലാണ് ഞാൻ പഠിക്കുള്ളൂ. ഞാൻ പഠിച്ചാലാണ് എന്നോട് ഒരാൾ വരുന്ന സമയത്ത് എനിക്കിത് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ സാധാരണ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഒന്നിക്കൊന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നിക്കൊന്ന് എടുത്തു കൊടുക്കും. അപ്പോൾ ഒന്നിക്കൊന്നെടുത്ത് ഞാൻ ചോദിക്കും കസ്റ്റമറാണെങ്കിൽ, വർഷാപ്പുകാർ അല്ലെങ്കിൽ അവൻ്റെ ആൾക്കാരാണെങ്കിൽ നമ്മൾ ചോദിക്കില്ല. അവർ പറഞ്ഞു കസ്റ്റമറാണെങ്കിൽ സാറേ മേഡം എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത്, ഇന്നാണ്. അപ്പോൾ നമ്മളൊരു സജഷൻ കൊടുക്കും, ഇതാ ഇന്നത് യൂസ് ചെയ്താൽ ഇതായിരിക്കും നല്ലതെന്ന് പറയും. നമ്മൾ നിർബന്ധിക്കൊന്നുമില്ല. പിന്നെ അവരുടെ ബഡ്ജറ്റും അവരുടെ കാര്യങ്ങളുമാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കറക്റ്റായിട്ട് ഒരു ഗൈഡ് ലൈൻസ് അല്ലെങ്കിൽ കോച്ചിങ് കൊടുക്കണം കസ്റ്റമർക്ക് എന്തായാലും. പിന്നെ അവർക്ക് അറിയില്ല. കാരണം വീട് വെക്കുന്ന സമയത്ത് ഒരു കാര്യത്തിന് ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ മേടിച്ചവരാ. അതാണ് സാർ ഈ ജിൻഡാൽ എന്ന് കേട്ടിട്ടുണ്ട്, എന്താ സംഭവം? ആക്ച്വലി ജിൻഡാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവരൊരു കോയിൽ മാനുഫാക്ചേഴ്സ് ആണ്. അപ്പോൾ ശരിക്കും മുമ്പൊക്കെ എല്ലാ ജിൻഡാളിൻ്റെ കോയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ജിൻഡാളിൻ്റെ കോയിൽ വെച്ചിട്ട് പല കമ്പനികളും പൈപ്പ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പല കമ്പനികളും പൈപ്പ് ഉണ്ടാക്കുമ്പോൾ അവരുടെ പേര് വയ്ക്കുകയും ചെയ്യും, ജിൻഡാൽ എന്ന് വയ്ക്കും. ഏകദേശം ഒരു 10-68 കമ്പനികൾ കോവിഡ് സമയത്ത് ഉണ്ടായിരുന്നു. കുറേ കമ്പനികൾ കോവിഡ് സമയത്ത് പൂട്ടിപ്പോയിട്ടുണ്ട്. കുറേ കമ്പനികൾ ഇപ്പോൾ പുതിയതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവർ വേറെ ഒന്നുമില്ല, ജിൻഡാളിൽ നിന്ന് കോയിൽ എടുത്തിട്ട് ഇവർ മാനുഫാക്ചർ ചെയ്യണം. അപ്പോൾ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്
കോയിൽ എവിടുന്ന് മെറ്റീരിയൽ എവിടുന്ന് എടുക്കുന്നു എന്നുള്ളതല്ല അതിൻ്റെ ഇത്, അതിനെങ്ങനെ യൂസ് ചെയ്ത് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നു എന്നുള്ളതാണ് എനിക്ക് മെയിനായിട്ട് നോക്കുന്നത്. അപ്പം മുമ്പ് സൺസിറ്റി എനിക്ക് തോന്നുന്നു ഒരു 6-7 കൊല്ലം മുമ്പ് വരേക്കും സൺസിറ്റി ആണെങ്കിൽ തന്നെ അവർ ജിൻഡാൽ റോ മെറ്റീരിയൽ എന്നുള്ളൊരു മെൻഷൻ ചെയ്തിരുന്നു. പക്ഷെ അവർ ഒരു 6 കൊല്ലം മുമ്പ് അവർ മനസ്സിലാക്കി മാർക്കറ്റിലൊരു ബ്രാൻഡിങ്ങിൻ്റെ ഒരു ഇത് അവർ മനസ്സിലാക്കി. അവർ ആ ജിൻഡാലിൻ്റെ കോയിലാണ് പലതും മേടിക്കുന്നതെങ്കിലും ഞാൻ ചോദിക്കുമ്പോൾ പറയാറുണ്ട്. പക്ഷെ അവരൊരിക്കലും മറ്റൊരു ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നില്ല. അവർ അവരുടെ ബ്രാൻഡ് മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളൂ, അതിൽ ഇതില്ല. അപ്പോൾ ബാക്കി കുറേ പൈപ്പുകൾ ഇരിക്കുന്നു, നീല പച്ച കളറൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊക്കെയും ജിൻഡാലിൻ്റെയാണ്. അപ്പോൾ ഈ ജിൻഡാൽ വെച്ചിട്ട് പല കമ്പനികളുടെ ബ്രാൻഡിങ് ആണ്. അപ്പോൾ അതിൽ എത്രമാത്രം അവരുടെ പ്രോസസ്സിൻ്റെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ക്വാളിറ്റി. മറ്റവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ സൺസിറ്റി എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാ കമ്പനി ബ്രാൻഡിങ് ചെയ്തു തുടങ്ങിയോ അന്ന് ആ കമ്പനി നല്ല രീതിയിലായിരിക്കും ചെയ്യുക. കാരണം ആ ബ്രാൻഡിങ് അയാൾ ചെയ്യുന്ന സമയത്ത് അയാൾ കച്ചവടത്തിന് മാത്രമല്ല ചെയ്താവുക, അയാളെ ക്വാളിറ്റിയും ആ കാര്യങ്ങളും എന്തായാലും അത് മെയിൻറ്റെയിൻ ചെയ്യും. അല്ലെങ്കിൽ അത് നമുക്കറിയാലോ, ബ്രാൻഡ് എപ്പോഴായാലും എത്ര എക്സ്പെൻസീവാണ് ബ്രാൻഡിങ് ചെയ്യാനും അത് പൊളിഞ്ഞു പോകാൻ അധികം സമയം മതി. അപ്പോൾ അത് അവരത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല ഉറപ്പായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിനെ റെക്കമെൻഡ് ചെയ്ത് തുടങ്ങിയത്. പിന്നെ നമുക്ക് ഭയങ്കര അനുഭവമാണ്. നമ്മളിപ്പോൾ ഇത് ഹൈവേ ആണ്, തൊട്ടപ്പുറത്ത് നമ്മുടെ കോവളം ബൈപ്പാസ് ഹൈവേ ആണ്. എനിക്ക് തിരുവല്ലത്തെ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നത് നമുക്ക് വിഴിഞ്ഞം, വിഴിഞ്ഞം, പൂന്തുറ, അമ്പലത്തറ, അതുപോലെ തന്നെ അങ്ങോട്ടുള്ളത് പുതിയ തുറ, വലിയ തുറ, ഭീമാപ്പള്ളി, അങ്ങനെയുള്ള ഏരിയകളിലാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അവിടെ വരുന്ന സ്ഥലത്ത് ഞാൻ ഈ സൺസിറ്റിയൊക്കെ മുമ്പ് വേറെ കുറേ പ്രൊഡക്റ്റൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഈ പ്രൊഡക്റ്റിനൊക്കെയും ഈ കംപ്ലൈൻസ് ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റിയും കൂടി ഉണ്ട് ഇതിൽ, സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ. അപ്പോൾ കമ്പനികളുടെ വ്യത്യാസങ്ങളുണ്ടാവും. അവരുടെ പ്രോസസ്സിങ്ങിൻ്റെയാണ്. പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീറ്റിൻ്റെയോ പൈപ്പിൻ്റെയോ 304 കംപ്ലൈൻ്റ് അല്ല, അതിൽ വെൽഡ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു ഷീറ്റാണ്, ഇത് ഷീറ്റാണ്, ഇതേപോലത്തെ റോൾ ഷീറ്റ് കട്ട് ചെയ്തിട്ടാണ് ഇത് പൈപ്പ് ആവണത്. അപ്പോൾ പൈപ്പ് ആവണം, എന്നിട്ട് അതിൽ വെൽഡിങ് പ്രോസസ്സ് ഉണ്ട്. ഈ പ്രോസസ്സിൻ്റെ അവിടെയാണ് ചിലപ്പോൾ കുഴികൾ വരും. അതായത് കംപ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുരുമ്പുടിക്കലല്ല, ഗ്യാപ്പോള്, അതിന്റെ ജോയിന്റ് ഉള്ളിലേക്ക് ഇരിക്കുക, അങ്ങനെ അതാ മിഷനറീസിന്റെ കംപ്ലൈന്റാ. അപ്പൊ ഇവിടെ ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ തിളങ്ങിയിരിക്കണം, ഒരു ഇതുപോലെ നല്ല ഭംഗിയായിരിക്കണം. അവർക്ക് ഇതിനെ കുറിച്ച് അറിയേണ്ട ആവശ്യമില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഒരു 10 രൂപ കൂടിയാലും ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതാണ് ഞാൻ അതിൽ മെയിനായിട്ട് കണ്ടത്. നമ്മുടെ അതിൽ ഇതുണ്ട്, ജിൻഡാലിൻ്റെ ഉണ്ട്, ഇനി അതിനും കുറഞ്ഞ പൈപ്പുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ കച്ചവടം ചെയ്യാൻ മാത്രം വെറുതെ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വെച്ചാണ്. എനിക്ക് തോന്നുന്നു അതൊക്കെ ഈ പൈപ്പൊക്കെ ഏകദേശം 2020 ഇരിക്കുന്ന പൈപ്പുകളാണ്. 5 കൊല്ലം 6 കൊല്ലായി ആ 5-6 പൈപ്പ് അങ്ങനത്തെ റോസ് ഒക്കെ. അവരൊക്കെ കമ്പനിക്കും വൈൻഡപ്പ് ചെയ്ത കമ്പനികളുണ്ട്, പൈപ്പുകൾ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ കമ്പനികളില്ല, പൈപ്പ് കംപ്ലൈന്റ് ഇല്ല. നമ്മൾ അതിന്റെ ഇപ്പൊ ഒരാൾ വന്ന സമയത്ത് ചോദിക്കും അത് ഇതും തമ്മിൽ എന്താ വ്യത്യാസം എനിക്ക് കാണിച്ചു തരാൻ പറ്റുമോ വെച്ചാൽ എനിക്കത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് ക്വാളിറ്റി അതിന്റെ പൈപ്പ് ഞാൻ വേണമെങ്കിൽ വലിച്ചിട്ട് ഈ 2 പൈപ്പും തൊട്ടടുത്ത് വെച്ച് വേണമെങ്കിൽ കാണിച്ചു തരാം. അതിന്റെ ക്വാളിറ്റി, പോളിഷിങ്, ഫിനിഷിംഗ് ഒക്കെ കണ്ടാൽ നമുക്ക് തന്നെ മനസ്സിലാവും, വരുന്ന കസ്റ്റമർക്ക് അത് മനസ്സിലാവും. മനസ്സിലായില്ലേ? അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് അവിടെ പിടിക്കും കുറച്ച് പൈപ്പുകൾ വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. നമ്മൾ കൂടുതലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് സൺസിറ്റി ഉണ്ട്. നമ്മുടെ ഇവിടെ ആ മഞ്ഞ കളറാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, ഏറ്റവും കൂടുതൽ മഞ്ഞ കളർ ഉണ്ടാവുക, പൈപ്പുകൾ ഉണ്ടാവുക സൺസിറ്റിയുടെ. സാർ, ഈ നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീൽ റീറ്റെയിലേഴ്സിനെ ബാക്ക് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് എന്തെങ്കിലും സംഘടനകളൊക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മളൊരു കോവിഡിന് മുമ്പാണ് ഈ ഒരു ഇത് തോന്നി, ആശയമായിരുന്നു. അതായത് ഇതിൽ കുറേ വലിയ കസ്റ്റമേഴ്സ് ഉണ്ട്, ചെറിയ ആൾക്കാരുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുപോലെ പിടിച്ചു നിർത്തണം എന്നൊരു കുറേ പേര് എന്ന് വെച്ചാൽ കോവിഡിൻ്റെ സമയത്തൊക്കെ ബുദ്ധിമുട്ടിലൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് പിടിച്ചു നിർത്താനും ഇതിനെ ഈ പ്രസ്ഥാനത്തെ, അതായത് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആൾക്കാർക്ക് ഒന്ന് ബോധവൽക്കരിച്ച് എന്നാലാണ് ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ, എന്നാലും അവർ ഉപയോഗിക്കുള്ളൂ. അപ്പോഴാണ് ഈ സെയിൽ നടക്കുള്ളൂ. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ കച്ചവടങ്ങൾ പൂട്ടിപ്പോകുന്ന സമയത്ത് നമ്മൾ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു സംഘടന കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 കൊല്ലമായി ഏകദേശം. അത് SSDA എന്ന് പറഞ്ഞിട്ടാണ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ഡീലേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് അതിലിപ്പോൾ 126ഓളം മെമ്പേഴ്സ് ഉണ്ട്, നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ഒരു 3 മാസം മുമ്പ് അതിൻ്റെ ഒരു വാർഷിക ഇതൊക്കെ 5ാം വാർഷികമൊക്കെ ആഘോഷിച്ചു. അത് കൊച്ചിയിൽ വെച്ചിട്ട് ഭയങ്കര വിപുലമായിട്ട് ആഘോഷിച്ചു. അപ്പോൾ അതിന് നമുക്കൊരു 3 മേഖലകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട ഒരു സൗത്ത്, പിന്നെ ഒരു കണ്ണൂർ ഭാഗത്തേക്ക് ഒരു ഇത്, പിന്നെ ഒരു സെൻട്രൽ കമ്മിറ്റി, അങ്ങനെയെല്ലാം നോക്കാൻ വേണ്ടിയിട്ടൊരു എല്ലാവരും ഒരു മെയിൻ കമ്മിറ്റി, കേരളത്തിലൊക്കെ ഒരു കമ്മിറ്റി അങ്ങനെയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇതിൻ്റെ
ട്രിവാൻഡ്രം പത്തനംതിട്ട സൗത്ത് സോണിന്റെ എനിക്ക് ഉത്തരവാദിത്തമുള്ളത് ഞാൻ അവിടുത്തെ പ്രസിഡന്റാണ് സൗത്ത് സോണിന്റെ. അതുപോലെ തന്നെ ഓൾ കേരള ഇതിന്റെ ഞാൻ ഇപ്പൊ ട്രഷറാണ്. അതിന്റെ ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജനങ്ങളിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എന്താണ് എന്നുള്ളത്. ഒരു കാലത്ത് നല്ല ഹൈക്കിൽ പോയൊരു പ്രൊഡക്റ്റാണ്, ഭയങ്കര ഹൈക്കിൽ പോയ പ്രൊഡക്റ്റാണ്. പക്ഷെ ചില കാര്യങ്ങൾ കൊണ്ട് അത് എന്താണെന്ന് അറിയുന്നില്ല. അപ്പം അത് നമ്മൾ പഠിച്ച് ഇനി അടുത്ത കാര്യങ്ങൾ ജനങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം ആ സമയത്ത് നമ്മൾ ജനങ്ങളല്ല നമ്മളിന്ന് മേടിച്ചിരുന്നത്, മീഡിയേറ്റേഴ്സാണ് മേടിച്ചിരുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ഇപ്പോൾ ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞാലാണ് അവർ ഇതിനുള്ള പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പൊ അതിന് ഞങ്ങൾ എന്തായാലും അതിൻ്റെതായ ബോധവൽക്കരണവും കാര്യങ്ങളും എന്തായാലും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ്. ഇപ്പോൾ സംഘടന ഭയങ്കര ശക്തമായിട്ട് എല്ലാവരും അതിൻ്റെതായ ടീമും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. സാർ ഇതെന്താ ഇത് മാത്രം ഒരു പെർട്ടിക്കുലർ ഷേപ്പിലിരിക്കുന്ന ഇത് വന്നിട്ട് നമ്മളിപ്പോ ഇപ്പോൾ സ്ലോട്ടഡ് പൈപ്പ് എന്നാണ് ഇതിനെ പറയുക. അപ്പൊ ഇതിന്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇവിടെ ഒരു സൈറ്റിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇവിടെ ഇത് അടിയിൽ നമ്മൾ സ്പൈകോട്ട് വെച്ചിട്ട് ഈ ഗ്ലാസ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കും. ഗ്ലാസ് വെക്കാനുള്ള പൈപ്പാണ്. നമ്മളിപ്പോൾ ഹാൻഡ് റെയിലൊക്കെ അല്ല ബാൽക്കണിയിലൊക്കെ കാണാം ഗ്ലാസ് വെച്ചിട്ട് മുകളിൽ സ്റ്റീൽ പൈപ്പ് വെച്ചിട്ട്. അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന ഒരു ഇതാ. ഇത് എനിക്ക് തോന്നുന്നു കോവിഡ് സമയം ഒരു കൊല്ലം 2 കൊല്ലം മുമ്പാണ് ഞങ്ങളൊക്കെ എടുത്ത് ചെയ്തിരുന്നത്. കോവിഡ് സമയം കഴിഞ്ഞിട്ടാണ് ഇതൊക്കെ ഒന്ന് സ്ട്രോങ് ആയത്. ഞങ്ങൾക്ക് 1-2 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, ചെയ്ത് തുടങ്ങിയത്. അപ്പോൾ ഇതിപ്പോൾ നന്നായി പോകുന്നുണ്ട്. സ്ലോട്ടഡ് പൈപ്പാണ്. അപ്പോൾ ഇതിന്റെ ഒരു മാറ്റ് ഫിനിഷാണ് കേട്ടത്. മാറ്റ് ഫിനിഷും ഗ്ലോസി ഫിനിഷും ഉണ്ട്. രണ്ട് ഫിനിഷും ഉണ്ട്. എല്ലാ ഫിനിഷും അവൈലബിൾ ആണ്. ഗ്ലോസി ഉണ്ട്, മാറ്റും ഉണ്ട്, എല്ലാം അവൈലബിൾ ആണ്. ഇല്ല ഇപ്പം അടുത്തൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കമ്പനിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർക്ക് ബാക്കിയുള്ള കമ്പനികൾ എന്ന് പറഞ്ഞാൽ കോമൺ പോകുന്ന കുറച്ച് സൈസുകളുണ്ട്. അത് മാത്രമേ അടിക്കുന്നുള്ളൂ. ഇവർ ഇന്ത്യയിലായാലും ആരായാലും ബാക്കിയുള്ള ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടൂല. ഇവരുടെ ആണെന്ന് കഴിഞ്ഞാൽ ഒരു ചെറിയ കടുകുമണി പോലത്തെ പൈപ്പോട്ടുണ്ട് കേട്ടോ. ഇതൊക്കെയും അറേഞ്ച് ഇല്ല. 10 mm സ്ക്വയറുള്ളോ. അതേപോലെ 5x5 6 അങ്ങനെയുള്ള എല്ലാ സാധനവും ഉണ്ട്. ഇപ്പൊ 4x4 വരെയുള്ള സാധനം നമ്മുടെ കയ്യിലുണ്ടാവും. ഇതൊക്കെ ഇവിടെ പോണതാ. തലേ നോക്കണേ പോകുമ്പോ. അതുപോലെ ചെറിയ സൈസുകളും ഒരുമാതിരി എല്ലാ സൈസും ഇവരുടെ കയ്യിലുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഒരു 6 ഇഞ്ചിന്റെ പൈപ്പിന്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ. ഇൻഡസ്ട്രിയൽ പൈപ്പുകൾ, ഷീറ്റുകള്. അപ്പൊ കമ്പനി ഭയങ്കര കമ്പനിയാണ്. നമുക്ക് പറയുന്ന പ്രൊഡക്റ്റ് കിട്ടും അവരുടെ. നമുക്ക് എന്തൊക്കെ യൂണീക്നെസ് ആണുള്ളത് ഫിറ്റിംഗ്സിലേക്ക്? ഇതിപ്പോ പറഞ്ഞത് പൈപ്പിന്റെ ഒരു യൂണീക്നെസ് നമ്മുടെ യൂണിക്നെസ് ആയിട്ട് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ട്രിവാൻഡ്രത്ത് സൺസിറ്റി വേറെ ആരും ചെയ്യുന്നില്ല, ഞങ്ങൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. അതായത് എല്ലാ സൈസിലും. അതായത് ഒരു 10-264 ഐറ്റം പൈപ്പുകൾ എടുക്കുന്നുണ്ട് ഇവിടെ. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അത് സ്റ്റോക്ക് എടുക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും ബുദ്ധിമുട്ട് മനസ്സിലാക്കണേ. സ്റ്റോക്ക് എടുക്കുമ്പോൾ നല്ല ടൈം കൊടുക്കുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ട്. പിന്നെ രണ്ടാമത് നമ്മൾ ഫിറ്റിങ്സ് നമുക്ക് പിന്നെ ഉള്ളത് നമുക്ക് സുപ്രോൺ കമ്പനിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ശരിക്കും. അത് നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ടേ ഉണ്ടായിരുന്നു. ട്രിവാൻഡ്രം, കൊല്ലം, പത്തനംതിട്ട നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഹാർഡ്വെയർ ഇതിൻ്റെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സിങ്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നമുക്കുണ്ട്. അതുകൂടാതെ തന്നെ നമ്മൾ നമ്മുടേതായ കുറച്ച് ഫിറ്റിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. സാധാരണ ഈ ഫിറ്റിങ്സൊക്കെയും കൂടുതൽ ഈ ഗുജറാത്ത് ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ കനം കുറഞ്ഞിട്ടുള്ളൊരു ഫിറ്റിങ്സ് രീതിയാണ്. അതാണ് എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. നമ്മൾ ഈ ബോംബെയിലൊരു കമ്പനിയായിട്ട് ഞങ്ങൾക്ക് അതിൻ്റെതായ കോസ്റ്റ് വ്യത്യാസം ഉണ്ട് കേട്ടോ, ചെറിയൊരു വ്യത്യാസമുണ്ട്. പക്ഷേ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് 1-2 രൂപ കൂടിയാലും ആ തിക്നെസ് കൂടി ആ ക്വാളിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഫിറ്റിങ്സോ കാര്യങ്ങളോ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എടുക്കാറുള്ളൂ. നമ്മുടെ കാരണം ബാക്കി ഫിറ്റിങ്സും ഒന്നും ഒരു കാരണവശാലും ഇതുവരില്ല. എപ്പോഴും കൂടുതൽ ഹൈയിലാണ് നിൽക്കുള്ളൂ. അപ്പോൾ ആ ക്വാളിറ്റി അത് ഞാൻ ഇപ്പോൾ അന്ന് കാണിക്കാൻ കയ്യിൽ പിടിച്ചു കഴിഞ്ഞ ഒരു ഐഡിയ കിട്ടുന്നത്. ഇതിൽ ഒരെണ്ണം നമ്മൾ ചെയ്യണതും ഒരെണ്ണം ബോംബെയിൽ നിന്ന് ചെയ്യണതാ. അപ്പോൾ ഇത് എത്ര പോയാലും എനിക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അല്ല, ബോംബെയിൽ നിന്നും ഒരെണ്ണം ഗുജറാത്തിൽ നിന്നുള്ളതാ. അതെങ്ങനെയാണെന്ന് അറിയോ? അത് പിടിച്ചോക്കോ, മറ്റേത് കയ്യിലിട്ടോക്കോ. ഇത് കനം കുറവാ അല്ല. അപ്പൊ അതാണ് ഇത്. പക്ഷെ കസ്റ്റമർക്ക് അറിയില്ല. അപ്പൊ ഈ തിക്നെസ് കുറവ് വരുന്നുണ്ട്. അപ്പൊ നമ്മളത് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന സമയത്ത് അടുത്തത് ഇത് കനം കുറവ്. ഇത് ഗുജറാത്ത് ഫിറ്റിംഗ്സ്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 2 നോട്ട് വേണം. ഞങ്ങൾക്ക് ഇവിടെ 2 നോട്ട് പോകണില്ല. ഞങ്ങള് വളരെ കുറവാ വെക്കണുള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ലപ്പോഴും എല്ലാ ആൾക്കാരും വന്നു ഞങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല. തീരെ അത്രയും വേണ്ടപ്പോൾ അത്രയും തീരെ ബഡ്ജറ്റ് ഇല്ലാത്ത മാസത്തിൽ ഒരെണ്ണെങ്കിലും വന്നു അത്രേ ഉള്ളൂ. നമ്മളത് കാരണം 2 നോട്ടിന്റെ ഫിറ്റിംഗ്സ് കൊടുത്ത് വയ്ക്കാറില്ല. ഗുജറാത്തിൽ നിന്നുള്ള ഫിറ്റിംഗ്സ് ഇത് നമ്മൾ നമ്മുടേതായ ഒരു രീതിയിൽ ചെയ്തു വരണ്ട. അപ്പോൾ ഗുജറാത്തിലാണെങ്കിലും അവരുടെ ആ ഫിറ്റിംഗ്സ് കനം കുറവേ വരുള്ളൂ. ഇതാണ് മാർക്കറ്റിൽ പോണത്. അപ്പോൾ ഇത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തെടുക്കുന്നതാണ്. അപ്പം അതൊരു യൂണിക്നെസ് ആണ് ഞങ്ങൾ. പക്ഷെ ഇതൊന്നും ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആർക്കും മനസ്സിലായി. ഫിറ്റിംഗ് ചെയ്ത സമയത്ത് ആർക്കും അറിയാൻ പറ്റില്ലത്. അപ്പം ഇത് മേടിച്ച് കാര്യങ്ങൾ പറഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ.
സാർ ഈ കടൽ തീരത്തൊക്കെ അവിടുത്തെ വീടുകളിലൊക്കെ നമ്മൾ ഈ GI യൂസ് ചെയ്യുന്ന കാരണം കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ റൂഫൊക്കെ എങ്ങനെയാ സ്റ്റെയിൻലെസ് സ്റ്റീലിൽ പോസിബിൾ ആണോ? പിന്നെന്താ, അത് ഞാൻ പറഞ്ഞില്ലേ, ഞാനത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഉപയോഗങ്ങളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കില്ല. വെൽഡിംഗ് റിലേറ്റഡ് ആയിട്ട് എല്ലാം ചെയ്യാം. ഇപ്പൊ നിയറസ്റ്റ് ഞങ്ങൾ ഇവിടെ കഴക്കൂട്ടത്തിൽ ഞങ്ങൾ അത് ചെയ്തതാ. ഞങ്ങള് റൂഫിന്റെ വർക്ക് ആദ്യം കസ്റ്റമർ വിചാരിച്ചു ഭയങ്കര റേറ്റ് ആവും എന്ന് വിചാരിച്ചത്. പക്ഷെ ഭയങ്കര അഫോർഡബിൾ റേറ്റിലാണ് ചെയ്തത്. അപ്പോൾ അത് കംപ്ലീറ്റ് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ 304 പൈപ്പ് ഇട്ടിട്ട് ഏകദേശം 600ഓളം സ്ക്വയർ ഫീറ്റ് ആണ്. അതിന്റെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റൂഫിംഗ് ഷീറ്റ് അല്ല ഉപയോഗിച്ചത്, മക്കളെ അക്രലിക് ഷീറ്റ് ഉപയോഗിച്ച് ആ വീടിന്റെ ഫ്രണ്ടേജ്, കാരണം വലിയ വീടാണ്, 4000 സ്ക്വയർ ഫീറ്റിലെ വീടാണത്. അപ്പൊ അതിന്റെ ഫ്രണ്ടേജ് പോവാതെ ആ വ്യൂ പോവാതെ നമ്മളത് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഭയങ്കര ലുക്കാണ്. ലുക്ക് മാത്രമല്ല, ലുക്കിനേക്കാളും ഉപരി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് അറിയാലോ, ഈ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ റൂഫൊന്നും എല്ലായിടത്തും ഉണ്ടാവില്ല. വരുന്ന ആൾക്കാർ 4 ആൾക്കാർ നോക്കും. എല്ലാവരും വീട് വെക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്താ വെച്ചാൽ നമ്മുടെ വീട് 4 പേര് കാണണം, ആ ഒരു കൺസെപ്റ്റ് ഉണ്ട്, ഉള്ളിലുണ്ട്, പറയില്ലാരും. പക്ഷെ അത് മാത്രമല്ല, അത് ആ ഒരു ഏരിയയിലായതുകൊണ്ട് ഇനി പുള്ളിക്ക് വെച്ചിട്ട് ഒരു പ്രശ്നവും. ഞങ്ങൾ ഇതേ സംഭവം തൊട്ടടുത്തൊരു സൈറ്റ് ഉണ്ടായിരുന്നു, അവിടെ ഇതേ ഒരു പ്രശ്നം വന്നിട്ട് ഞങ്ങൾ പൊളിച്ചു കളഞ്ഞു. അത് അവര് ഞങ്ങളല്ല ചെയ്തത്, അവര് വേറെ ഒരു പാർട്ടി വെച്ച് ചെയ്ത. പാർട്ടി അബ്രോഡിലാണ്, ഇവിടെ ഇല്ല, പാർട്ടി വല്ലപ്പോഴേ വരുന്നുള്ളൂ. അപ്പൊ അവന്മാർ ചപ്പ് അവരുടെ സാധനങ്ങളൊക്കെ വീണിട്ട് അതൊരു ആട്ടം പോലെയായി. അപ്പൊ എന്നിട്ട് അത് പൊളിച്ചു കളയേണ്ടി വന്നത്. അത് ചെയ്യായിരുന്നു. പിന്നെ അവൻ ഞാൻ ചോദിച്ചു, സാർ അത് ഇങ്ങനെയുള്ള ഒരു ഇതിൽ സാർ ഒന്നാമത് ഇങ്ങനെ ദുബായ് പോലത്തെ കൺട്രീസ് വെക്കുമ്പോൾ സാറിന് അത് അറിയില്ല ചോദിച്ചു. അല്ല, അത് ഞാൻ പെട്ടെന്ന് മോൻ്റെ കല്യാണം വന്ന സമയത്ത് ഒരു ആളെ കൊണ്ട് ഏൽപ്പിച്ച് ചെയ്യിപ്പിക്കായിരുന്നു. എന്നിട്ട് ആ പൊളിച്ച് കളഞ്ഞപ്പോൾ അവിടെ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങളൊക്കെ വേനോളത്ത്. അത് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഒരു പ്രൊജക്റ്റ് പുള്ളിയെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുക. അതായത് ഞാൻ പറയുന്നത് നമുക്ക് എന്തിലും ചെയ്യാം. റൂഫിലൊക്കെ ഞങ്ങൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്, സുഖമായിട്ട് ചെയ്യാം. എന്നുവെച്ചാൽ അത് ചെയ്തു വരുമ്പോഴാണ് അതിൻ്റെ ശരിക്കും ഭംഗി നമുക്ക് മനസ്സിലാവുക. അപ്പോൾ താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഇപ്പം 2 ബ്രാൻഡ്, ഇനി അതേപോലെ ഒരുപാട് ബ്രാഞ്ച് നമ്മുടെ കേരളത്തിൽ മൊത്തം അല്ലെങ്കിൽ ഇന്ത്യ മൊത്തം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം എല്ലാ ഭാവങ്ങളും നാക്ക് പൊന്നാവട്ടെ. ഓക്കെ സാർ, താങ്ക് യു സോ മച്ച്. അത് മാത്രമല്ല, എനിക്കാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെങ്കിലും കുറേ ഇൻഫർമേഷൻസ് സാറിന് പ്രൊവൈഡ് ചെയ്യാൻ കഴിഞ്ഞു. താങ്ക് യു സോ മച്ച്.